Hi, good morning, all of you. How are you all? It's me, Shinu Sheikh Abdul Qadir. 2 ദിവസം മുമ്പ് ഒരു ചാനൽ ചർച്ച വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കണ്ടു. അപ്പോൾ അതിനൊരു ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പറയാൻ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് ഇസ്ലാം? ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇസ്ലാം എന്താണ് എന്നതിന് ഒരൊറ്റ വാക്കിനൊരു മീനിങ് ഉള്ളത്, നമ്മുടെ ശരീര ഇച്ഛകളെ ദൈവത്തിന് സമർപ്പിച്ച് അതുവഴി നമുക്ക് കിട്ടുന്ന മനസമാധാനത്തിനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്താണ് മുസ്ലിം? ദൈവത്തിനെ അനുസരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അതാണ് മുസ്ലിം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ജാതിയും മതവും ഉണ്ട്. ദൈവത്തിന് മാത്രം ജാതിയും മതവും ഇല്ല. ദൈവത്തിന് മനുഷ്യൻ, ഒരുപാട് സൃഷ്ടികൾ വേറെ ഉണ്ട്. ദൈവത്തിൻ്റെ പ്രകൃതി, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ മനുഷ്യനിൽ ആണും പെണ്ണ്, അതിൽ വിശ്വസിച്ചവൻ, വിശ്വസിക്കാത്തവൻ, അവിശ്വാസി, ഈ 2 ഘടകമാണ് ദൈവത്തിനുള്ളത്. മനുഷ്യനാണ് അതിൽ വിശ്വസിച്ചവൻ, വിശ്വാസി, ഇത് മാത്രമാണ് ദൈവത്തിനുള്ളത്. എന്നിരുന്നാലും ദൈവം എല്ലാവരോടും കാരുണ്യവും കടാക്ഷമൊക്കെ ഉണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളെല്ലാവരും അറിയാം. അതിൽപ്പെട്ടതാണ് ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം എല്ലാം ദൈവത്തിൻ്റെ വരദാനമാണ്. ദൈവം ഈ ലോകത്ത് ഒരുപാട് സന്തോഷവും സമാധാനവും നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും ഒരുപാട് പ്രകൃതികമായ കാഴ്ചകളും സന്തോഷവും ഭക്ഷണം എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, എല്ലാം നമുക്ക് ആരോഗ്യം, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നിട്ടുണ്ട്. തന്നതിനോടൊപ്പം തന്നെ ദൈവം ഒരു കാര്യം പറഞ്ഞു, ഒരു ചെറിയൊരു റെസ്ട്രിക്ഷൻ, ഒരു വര വരച്ചിട്ട് നിങ്ങൾ ഇതിനപ്പുറത്തേക്ക് കടക്കരുത്. അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. അതെന്താണ് ഞാൻ പറയാം. അച്ഛനും അമ്മ ഒരു ചെറിയ മോനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു, ഒരു ഹിൽ ഏരിയയിലേക്ക് ടൂർ പോകുന്നു എന്ന് വിചാരിക്കാം. ആ ഹിൽ ഏരിയയിൽ പോയിട്ട് താഴത്തേക്ക് നോക്കുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. പലതിലും സൈറ്റ് സീനൊക്കെ നല്ല മനോഹരമായ വ്യൂകളുണ്ട്. താഴത്ത് അഗാധമായ ഗർത്തമായിരിക്കും. വീണാൽ ഒരു പക്ഷേ ചിലപ്പോൾ ആയുസിൻ്റെ ബലം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ മരണം വരെ സംഭവിക്കും. നമ്മൾ പറയുന്നത് ഒറ്റളിക്കാൽ വീണ പോയി നോക്കണമെന്ന് പറയും. അത്രയും താഴ്ചയുള്ള ഗർത്തങ്ങളിൽ നമ്മൾ മനോഹരമായിട്ട് പോകുമ്പോൾ ചെറിയ കുട്ടിയോട് പറയും, മോനെ നമ്മൾ അവിടെ നിന്ന് കണ്ടാൽ മതി, അതിനപ്പുറത്തേക്ക് പോകണ്ടെന്ന് പറയും. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. കുട്ടി പറയും, എന്താ അച്ഛാ ഞാൻ പോയാലെന്ന് ചോദിക്കും. വേണ്ട മോനെ, നീ പോകണ്ട, നിർബന്ധമായിട്ട് പറയുന്നു, പോകണ്ടെന്ന് പറയും. ഇതേ കുട്ടി, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഇതേ കുട്ടി വളർന്ന് വലുതായിട്ട് പോകുമ്പോൾ അതേ സ്ഥലത്ത് പോകുമ്പോൾ പറയും, മുമ്പ് അച്ഛൻ എന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം മനസ്സിലായി, എല്ലാവർക്കും അറിയാം. ആ കുട്ടി താഴത്തേക്ക് നോക്കിയാൽ കയ്യോ കാലോ തെറ്റി വീണ് പോയാൽ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഹെൽപ്ലെസ് ആണ്. ആ കുട്ടിക്ക് മരണം വരെ സംഭവിക്കാനുള്ള കാരണം അതാകാം. അതുകൊണ്ടാണ് വിലക്കുന്നത്. അതേപോലെ തന്നെയാണ് ദൈവം വിലക്കിയിരിക്കുന്നത്. നമുക്ക് ഓരോരോ സ്റ്റേജുകൾ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അതായത് സ്വർഗവും നരകവും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വർഗത്തിലേക്കാണ് ദൈവം മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനുഷ്യന്മാരോട് നമ്മളൊക്കെ ഒരുപാട് ചാബല്യങ്ങൾ, ഒരുപാട് നമുക്കൊക്കെ എന്താ പറയുക, നമ്മളൊന്നും അത്ര പെർഫെക്റ്റ് അല്ല. അപ്പോൾ ദൈവത്തിന് അറിയാതെ. അപ്പം ദൈവം പറഞ്ഞു ആണുങ്ങളും പെണ്ണുങ്ങളും, കാരണം അത് പറയാൻ കാരണം ഓപ്പോസിറ്റ് സെക്സ്, ഒരു മനുഷ്യനിൽ 2 വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, ആണ് പെണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആണുങ്ങൾ, ഓപ്പോസിറ്റ് സെക്സ്, അത് ആണുങ്ങൾ പെണ്ണുങ്ങളെ ആകർഷിക്കുന്നു, പെണ്ണുങ്ങൾ ആണുങ്ങളെ ആകർഷിക്കുന്നു, പരസ്പരം അട്രാക്ട് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ജാതി മതമൊന്നുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ, മനുഷ്യൻ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പരസ്പരം അട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ, മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് കെയർ ചെയ്യും. വലുതാകുമ്പോൾ നമ്മൾ വിടും. കാരണം അവർക്കറിയാം ഏത് രീതിയിൽ സംസാരിച്ചതാണ് തെറ്റ്, ഏത് രീതിയിൽ നോക്കുന്നതാണ് തെറ്റ്, ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നതാണ് തെറ്റെന്നുള്ളത് പിന്നെ കുട്ടികൾക്ക് മനസ്സിലായി, അവർ മുതിർന്നു. അതേപോലെ തന്നെയാണ് ആദ്യം പൊതുവേ നമ്മൾ മനുഷ്യ സമൂഹത്തിന് വിലക്കുണ്ട്. ഒരു ഇന്നത് ചെയ്യരുത്, ഇന്നലേക്ക് മിങ്കിൾ ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാതെ ഓഫീസ് വർക്ക് ചെയ്യേണ്ടെന്നോ അല്ലെങ്കിൽ ബസ്സിൽ കയറി പോകണ്ടെന്നോ ഓഫീസ് വർക്ക് ചെയ്തൊന്നും ഒരു നിയമമില്ല കേട്ടോ. സുരേഷ് കുമാർ സാർ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ, താങ്കൾക്കും അറിയുന്ന പോലെ, താങ്കൾക്കും നമുക്ക് ഞാൻ ഒരാളെ മെൻഷൻ ചെയ്ത് പറഞ്ഞല്ല. സുരേഷ് കുമാർ ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അൻസാരി ഉസ്താദ് പരിപൂർണമായി അത് പറഞ്ഞില്ല. അത് ആ ചർച്ച ഞാൻ കണ്ടു. അപ്പോൾ അത് പരിപൂർണമായി ഉസ്താദ് പറഞ്ഞില്ല. ഇസ്ലാമിൻ്റെ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രം പറഞ്ഞുള്ളൂ. അച്ഛൻ എന്തുകൊണ്ടാണ് പോകണ്ടെന്ന് പറഞ്ഞത്, അപ്പോൾ കുട്ടി അവിടെ വീണ് മരിക്കും എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ അതിൽ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് തെറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ ഉള്ള തെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനുമാണ് പരസ്പരം ആകർഷിച്ചുള്ള തെറ്റാണ് അവിടെ ഉദ്ദേശിച്ചത്, ആ ഒരു പർട്ടിക്കുലർ ചർച്ചയിൽ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് മതത്ത് പറയുന്നത്. അപ്പോൾ ആ ചർച്ചയിൽ പറഞ്ഞത്, ഉസ്താദ് പറഞ്ഞത്, ദൈവം അത് വിലക്കിയിട്ടുണ്ട്. അതായത് അന്യ പുരുഷന്മാർ കൂടുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് പോകുമ്പോൾ അവർ വിലക്കുണ്ട്. ആ വിലക്ക് എന്ന് പറഞ്ഞത് ഇത്ര മാത്രം, അവരുടെ ശരീരം
വെളിവാക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം വെച്ചിട്ട് പോകരുത്. അവിടെ മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം പോവാൻ. മിതമായ വസ്ത്രധാരണം എന്നല്ല ഉദ്ദേശിച്ചത്, വളരെ മാന്യമായിട്ടുള്ള വസ്ത്രധാരണം എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രീഷ്യസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് ഞാൻ പറഞ്ഞുതരാം, നമ്മളിപ്പോൾ ഒരു ഗോൾഡ് അല്ലെങ്കിൽ ഒരു വജ്രം, ഒരു റിങ്, ഒരു രത്നങ്ങൾ, വൈര്യങ്ങൾ, ഇതൊക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് നമ്മളിനി വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അത് എങ്ങനെ സൂക്ഷിക്കും എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് സൂക്ഷിക്കുന്നത്, അത് പ്രദർശിപ്പിക്കുന്നത് വളരെ ഭംഗിയായി ഒരു സ്പോഞ്ച് പോലുള്ള ഒരു മെത്തയിൽ ഒരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് അത് പ്രദർശിപ്പിക്കുന്നത്. പല ഇതുണ്ടാവും, കോമഡി യൂസ് ചെയ്യുന്ന റെഡാണ് അത് പ്രദർശിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് സെയിൽ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കൊടുത്തു വിടുന്നത് വളരെ കെയർ ആയിട്ടൊരു ബോക്സിൽ, ആ ബോക്സിൽ വളരെ സൂക്ഷിച്ച് ഒരു സ്പോഞ്ച് പോലുള്ള ഒരു സംഭവത്തിൽ വെച്ചിട്ടാണ് അത് അടച്ചിട്ടാണ് അതിൽ വേറൊരു പാക്കിങ് കൂടി ഉണ്ടാവും. ആദ്യം ഒരു ചെറിയ ബോക്സ് പാക്ക് ചെയ്ത് പിന്നെ വേറെ കവറിലും കൂടി കൊടുത്തിട്ടാണ് അത് ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള സംഭവം കൊടുത്തു വിടുന്നത്. ഇതേപോലെ തന്നെയാണ് ദൈവത്തിന് സ്ത്രീകൾ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ വളരെ മാന്യമായി വസ്ത്രം ധരിച്ചുകൊണ്ട് മൂടേണ്ടതെല്ലാം മൂടിക്കൊണ്ട്, ഒരു രത്നമാണ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വൈര്യമാണ്. അപ്പോൾ ഏതൊരാൾക്കും അതേപോലെ തന്നെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനാൽ, ആദ്യം അവൾ മകളായിരിക്കുമ്പോൾ, മകളായിരിക്കുമ്പോൾ അച്ഛനാൽ സംരക്ഷിക്കപ്പെടുന്നു. ഒരു യുവതിയായി കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വാർദ്ധക്യത്തെത്തുമ്പോൾ അമ്മയായി കഴിഞ്ഞാൽ മകനാൽ സംരക്ഷിക്കപ്പെടുന്നു. അങ്ങനെ ഒരു സംഭവം കൂടി സ്ത്രീകൾക്ക് പ്രത്യേകതയുണ്ട്. സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ, നമ്മുടെ നിയമങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീക്കാണ്. ഇപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ ഉള്ളിൽ പോയി ജസ്റ്റ് ഒന്ന് നോക്കി ഒന്നൊരു കൈ കയറി പിടിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ഉള്ളിൽ പോയി. അത്രയും സ്ത്രീക്ക് നിയമങ്ങൾ കൂടുതലാണ്, അവർക്ക് സംരക്ഷണം കൂടുതലാണ്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ സ്ത്രീ അത്രയും പ്രീഷ്യസ് ആണെന്നർത്ഥം. അപ്പോൾ അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള സ്ത്രീ സംഭവം ഇങ്ങനെ ഓപ്പണായിട്ട് തുറന്നടിച്ച് പോകില്ലല്ലോ. അപ്പോൾ അവരത്രയും മാന്യമായി വസ്ത്രം ധരിച്ചുകൊണ്ട് പോയാൽ മറ്റുള്ള അപകടങ്ങളിൽ നിന്ന്, അതായത് പുരുഷൻ്റെ നോട്ടങ്ങളിൽ നിന്ന്, അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അവൻ്റെ സംസാരങ്ങളിൽ നിന്ന്, വളരെ മാന്യമായ വസ്ത്രം ധരിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു പുരുഷനിൽ നിന്നോ ഏതൊരു പുരുഷനിൽ നിന്നോ മോശപ്പെട്ട അനുഭവങ്ങളൊന്നും 100% ഉണ്ടാവില്ല എന്ന് ഉറച്ചു ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുണ്ടാവില്ല. അപ്പോൾ ആ വസ്ത്രധാരണത്തിൽ കിട്ടുന്ന ഒരു മാന്യത വളരെ വലുതാണ്. അപ്പോൾ സമൂഹത്തിൽ ദൈവം അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല ഒരിക്കലും പുറത്തേക്ക് പോകരുത്. ദൈവത്തിന് അറിയാം സ്ത്രീകൾക്ക് പുറത്തേക്ക് പോകണമെന്നുള്ളത്. അതുകൊണ്ട് സമൂഹത്തിൽ പോകുമ്പോൾ വളരെ മാന്യമായി വസ്ത്രം ധരിച്ചു പോകണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് പല പാർട്സുകളും എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയും അതിൽ പല പല കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു സംഭവം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസ് ഉള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ടല്ല പബ്ലിക്കായിട്ട് എക്സസൈസിന് പോകുമ്പോൾ ചെയ്യേണ്ടത്. വളരെ മാന്യതയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം. അങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോവാൻ. അവിടെ പോകാൻ പാടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. വളരെ ലൂസുള്ള, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നോട്ടവും തന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യില്ല, തൻ്റെ ശരീരത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യില്ല, തൻ്റെ ശരീരഘടന മെൻഷൻ ചെയ്യുന്ന തരത്തിൽ ഒന്നും അട്രാക്റ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിലുള്ള വസ്ത്രം, വളരെ ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വേണം പോവാനായിട്ട്. അങ്ങനെ പോയാൽ ഒരു പ്രശ്നവും ഇപ്പോൾ ഉസ്താദിന് പറയേണ്ടി വരില്ല. ഉസ്താദ് പേഴ്സണലായിട്ട് കൊടുത്തൊരു ക്ലാസ്സാണല്ലോ ഇപ്പോൾ വൈറലായിട്ട് പോയത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഇസ്ലാമിൻ്റെ മാത്രം ഒരു സംഭവമല്ല. നമ്മളെയൊക്കെ എല്ലാവർക്കും ദൈവത്തിൻ്റെ ഒരു വചനമായതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് അറിഞ്ഞും അറിയാതെയും നമ്മളത് അനുസരിക്കുന്നുണ്ട്. നമ്മളുടെ മുത്തച്ഛന്മാർ മുതൽ നമ്മുടെ കാരണവന്മാർ മുതൽ പാരമ്പര്യമായിട്ട് എല്ലാ ജാതിയും മതവും, നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ജാതി മതവും ദൈവത്തിനില്ല, നമുക്കുമില്ല. നമ്മൾ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത്, ദൈവത്തിലേക്ക് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് കയറണമെങ്കിൽ ഏത് ഭാഗത്തൂടെ പോയാലും തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തും എന്നതുപോലെ തന്നെ ഒരു വൃത്തം, ഒരു ബിന്ദുവാണ് ദൈവം. അത് ഏത് മാർഗത്തിലൂടെ പോയാലും ദൈവത്തിലേക്ക് എത്തും. ദൈവത്തിലേക്ക് എല്ലാ ജാതിയും മതവും ഒന്നാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ദൈവത്തിലേക്ക് പോകാൻ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക. അപ്പോൾ അത് വസ്ത്രധാരണം വളരെ മിതത്വം പുലർത്തുക. ഏത് കാലഘട്ടത്തിലായാലും നമ്മളെയൊക്കെ മനുഷ്യന്മാർക്ക് മാറ്റമില്ല. വിശപ്പിന് മാറ്റമില്ല, ദാഹത്തിന് മാറ്റമില്ല, വിചാരങ്ങൾക്കൊന്നും മാറ്റമില്ല, ഒന്നിനും മാറ്റമില്ല. കാലഘട്ടം മാത്രമാണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറേ അഡ്വാൻസ്ഡ് ടെക്നോളജി ഇപ്പോൾ ആഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രം, പക്ഷേ ബാക്കി ഒന്നിനും മാറ്റമില്ല. അതുകൊണ്ട് യങ് ജനറേഷൻ, ന്യൂ ജനറേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള തോന്നിയാസങ്ങൾ കാട്ടിക്കൂട്ടുന്നതിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കുക. എല്ലാവരും മാന്യമായി വസ്ത്രം ധരിച്ചു പോവുക. ഇതാണ് ഇസ്ലാം മതം, ദൈവം ഉദ്ദേശിച്ചത്. അതാണ് റസൂലുള്ളാഹി ഇവിടെ പറഞ്ഞത്. അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, നമ്മളെല്ലാ ലെവലും പോകുന്നുണ്ട്. അപ്പോൾ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
എന്തെങ്കിലും തെറ്റുകൾ ഞാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ട്, ഒരാളെയും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. സുരേഷ് കുമാർ സാറിനെയോ അൻസാരി ഉസ്താദിനോ ആരെയും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് മീ ഷിനു ഷേഖ് അബ്ദുൽ ഖാദർ, യുവർ ഓൺ.